ഞങ്ങൾക്കുണ്ടല്ലോ സാറ്റർഡേ സൺഡേ ആട്ടോ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസങ്ങൾ. അപ്പൊ ഞങ്ങൾ വീട്ടിലിരിക്കാറേ ഇല്ല, എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് പുറത്തു പോകും. അതുപോലെ ഇത്തവണയും പുറത്തൊക്കെ പോയതുകൊണ്ട് ചെടികൾ നനയ്ക്കാനൊന്നും നേരെ കിട്ടിയില്ല. ഈ 2 ദിവസമാണെങ്കിലും മഴയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ചെടികളെ മൊത്തം നനയ്ക്കാന്ന് വിചാരിച്ച് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത മരമുല്ല നന്നായിട്ട് പൂത്തു. എന്തൊരു മണമെന്നറിയാമോ, അതിന് ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കാൻ തോന്നുന്നു അതിന്റെ മണം കാരണം. ഇപ്പം ഇവിടെ സമയം 7:30 ആയിട്ടുണ്ട്. രാവിലെ സൺലൈറ്റ് ഒക്കെ നൈസായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇളം വെയിലത്ത് ചെന്ന് നിൽക്കാൻ നല്ല രസമാണ്. എന്തൊരു കാലാവസ്ഥ മാറ്റമല്ലേ ഇപ്പൊ നടക്കുന്നത്. മഴയാണെങ്കിൽ പെരുമഴ, വെയിലാണെങ്കിൽ കൊടും ചൂട്. നിപ്പിലുള്ള ഈ കാലാവസ്ഥ മാറ്റം തന്നെയായിരിക്കുമല്ലേ നമ്മുടെ ഈ പരിക്കാലത്തിന്റെ ഏറ്റവും വലിയ കാരണക്കാരൻ. ഇവിടെ എല്ലാവർക്കും പനി പിടിച്ചു. അമ്പാടിക്കും, എനിക്കും, ശരത്തേനും, അമ്മയ്ക്കും ഒക്കെ പനി പിടിച്ചേ. എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിക്കണേ. ഞാൻ ഈ പ്രൂൺ ചെയ്ത് വിട്ട് എന്റെ ബോഗൻ വിലാസിനൊക്കെ മുള വന്നിട്ടുണ്ട്. പിന്നെ എന്റെ പോത്തോസിന്റെ ഇലയൊക്കെ എന്തൊക്കെയോ ജീവികൾ വന്ന് തിന്നെ. അതുകൊണ്ട് ഞാൻ നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു. കലാത്തിയൊക്കെ ആ പൂക്കളൊക്കെ വെട്ടിക്കളഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ ഒരു ഉന്മേഷവും ഊർജവും ഒക്കെ വന്നിട്ടുണ്ട്. അവരെ അങ്ങ് നനച്ചു കൊടുത്തേ. പിന്നെ ഈ ഒരു ഏരിയ കണ്ടോ, എന്റെ കയ്യിൽ കിട്ടുന്ന എല്ലാ കുഞ്ഞു കുഞ്ഞു ചെടികളും ഞാൻ കൊണ്ട് നട്ടു കൊടുക്കുന്നത് ഇവിടെയാണ്. പനിക്കൂർക്ക, തുളസി, 10 മണി, ബന്ദിത്തയ്യോ, അങ്ങനെ എല്ലാം ഞാൻ ഇവിടെ നടും. ചെടിയൊക്കെ നനച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്പാടി എഴുന്നേറ്റ് വന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കലാണ്. കാന്താരി മുളകൾ ഇഷ്ടം പോലെ മുളക് ഉണ്ടായിട്ടുണ്ട്. ഇതും കൂട്ടി ഒരു ചമ്മന്തി അരച്ച് കപ്പ കഴിച്ചാലുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഓണത്തിന് പൂവിടാൻ വേണ്ടി നട്ടുവെച്ച വാടാമുല്ലയില് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇത്തവണ ഞങ്ങൾക്ക് ഓണമില്ലേ. അമ്പാടി ചെടി തന്നെ ഏറ്റെടുത്തു. ഇനി എന്റെ പകുതി ജോലി കുറയും. ശരത്തേടൻ അവിടെ ചാർലിനെ അഴിച്ചു കെട്ടാനുള്ള പരിപാടികളിലാണ്. അങ്ങനെ രാവിലെ ഓരോരുത്തരും അവരുടേതായ കാര്യങ്ങളിൽ തിരക്കാണ്.